അവഗണനയുടെ തീച്ചൂടിൽ ഒരിറ്റ് ദാഹജലത്തിനായി കേണ ഒരു കൂട്ടം മനുഷ്യർ. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് ലക്ഷവീട് കോളനിയിലെ ST വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് കാലങ്ങളായി അധികാരികളുടെ അവഗണനയിൽ ജീവിതം തള്ളി നീക്കുന്നത്. 50 വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിലെ അച്ചൻകോവിൽ നിന്ന് കുടിയേറിപ്പാർത്ത മലൈപ്പണ്ടാരം വിഭാഗക്കാരുടെ പിൻതലമുറക്കാരാണ് വെള്ളിനേഴി 4-ാം വാർഡിലെ ലക്ഷവീട് കോളനിയിൽ താമസിക്കുന്നത്. 16 കുടുംബങ്ങളിലായി 60ഓളം പേർ ഇവിടെ താമസിച്ചു വരുന്നു. ഇക്കാലമായിട്ടും ഈ കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. ജാതി സർട്ടിഫിക്കറ്റോ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കും മറ്റുമായുള്ള സർട്ടിഫിക്കറ്റുകളോ ഇവർക്ക് ലഭിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ST വിഭാഗത്തിൽ ഉൾപ്പെടേണ്ട ഈ കുടുംബങ്ങൾ ഇപ്പോൾ ജനറൽ വിഭാഗത്തിലാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. ഒറ്റപ്പാലം താലൂക്കിലെ വെള്ളിനേഴി പഞ്ചായത്ത്, വെള്ളിനേഴി വില്ലേജിലെ കുറുവട്ടൂർ ദേശം, ഇവിടെ 4 സെന്റ് കോളനി ഉണ്ട്. ഇവിടെ ലക്ഷമീട് കോളനിയാണ്. ഈ ലക്ഷമീട് കോളനിയിൽ 1978 മുൻപ് ഇവിടെ അച്ചൻകോവിൽ എന്ന സ്ഥലത്തിന് കുടിയേറി പാർത്ത ആളുകളാണ്. ആ തലമുറയുള്ള 2 പേരാണ് അപ്പോൾ എൻ്റെ ഇടതുവശവും വലതുവശവും ഉള്ളത്. ഒന്ന് അയ്യപ്പേട്ടനും മാർത്തിയമ്മാളും. ഇവർ 2 പേരിപ്പോൾ ബ്രള്. ഈ 2 പേരുള്ള മറ്റുള്ളവരെ കൊണ്ട് കല്യാണം കഴിച്ച് കൊടുക്കുന്നതും ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളാണ്. കല്യാണം കഴിച്ച് കൊടുത്താൽ അങ്ങ് ദൂരെ നിന്നല്ല, ശ്രീകൃഷ്ണൻ പഞ്ചായത്ത് 4 സെന്റ് കോളനിയിൽ നിന്നാണ് കൊടുക്കുന്നത്. അവിടെയും മലയപ്പണ്ടാരം എന്ന സമുദായമുള്ളത്. എന്നാൽ ഈ സമുദായക്കാരെ ഇന്ന് മനുഷ്യരായിട്ട് ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്താ കാരണം, ഇവർക്ക് ഏത് ജാതിയാണെന്ന് വെച്ചാൽ അറിയില്ല. എന്നാൽ എല്ലാ കുട്ടികളും സ്കൂൾ സർട്ടിഫിക്കറ്റിലും മലയപ്പണ്ടാരത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പോലും താലൂക്കിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. ഇതാണ് ഇവരുടെ ആനുകൂല്യ നിഷേധത്തിന് ഇടയാക്കുന്നത്. കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മലൈപ്പണ്ടാരം എന്നും ST വിഭാഗം എന്നും സർട്ടിഫിക്കറ്റിൽ ചേർക്കാറുണ്ട്. SSLC കഴിഞ്ഞ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിലും ഇങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷേ തുടർ വിദ്യാഭ്യാസത്തിനോ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കോ ഈ സർട്ടിഫിക്കറ്റുകൾ പരിഗണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നീറുന്ന ജീവിത സാഹചര്യത്തിൽ കൂടുതൽ പൊള്ളലേൽപ്പിച്ച വേനലിൽ ഇത്തിരി ദാഹജലത്തിനായി കേഴുകയാണ് ഈ കുടുംബങ്ങൾ. ഇവർ കുടിവെള്ളം എന്ന് പറഞ്ഞ സാധനമില്ല. ഈ ഒരു വഴി കണ്ടില്ല, അവിടെ വഴിയിൽ നിന്ന് വരുന്ന റോഡിലെ വെള്ളം മുഴുവൻ വന്ന് ഇവിടെ ആ ഒരു പഞ്ചായത്തുകാരൻ അതിൻ്റെ മൊത്തം വന്ന് കൂടിക്കഴിഞ്ഞാൽ അതിലെ വെള്ളം മുതൽ മലിനമാണ്. വർഷക്കാലത്തും വേനൽക്കാലത്തും ഇവർക്ക് വെള്ളം കൊണ്ടുവരണം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുപ്പശ്ശേരി വാട്ടർ അതോറിറ്റിക്കാർ അത് തീരെ ചെവിക്കൊള്ളുന്നില്ല. കാരണം 15 ദിവസം കഴിഞ്ഞാലും വെള്ളം കൊടുക്കുന്നില്ല. ഇവിടെ ഈ അഖിലേഷ് എന്ന് പറഞ്ഞൊരു പയ്യനാണ് ഈ വാൾവ് ഓപ്പറേറ്റർ. ഈ വാൾവ് ഓപ്പറേറ്റർ വെള്ളം തുറന്നു കൊടുത്താലേ പറ്റുള്ളൂ. മാർച്ച് മാസം 30-ാം തീയതി ഞങ്ങൾക്ക് പറമ്പിക്കുളത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പറമ്പിക്കുളത്തെ പരിപാടിക്ക് പോയ സമയത്ത് ഈ കോളനിക്കാരെല്ലാം പോയി ചെറുപ്പശ്ശേരി വാട്ടർ അതോറിറ്റിയിൽ ഇരിക്കുകയും അവിടുന്ന് സംസാരങ്ങളായി രാത്രി വൈകുന്നേരം 7 മണി വരെ അവിടെ ഇരിക്കുകയും ചെറുപ്പശ്ശേരി പോലീസ് ഇടപെട്ട് അവർക്ക് വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തുറന്നപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് ഈ കോളനിയിൽ വെള്ളം എത്തി. എന്നാൽ കഴിഞ്ഞ 15 ദിവസമായിട്ട് വെള്ളം കൊടുത്തിട്ടില്ല. ആ കൊടുക്കാത്തതിന്റെ ഒരു കുടിവെള്ളം വേണമല്ലോ. ഇവർ ചോദിക്കുന്ന 1 കിലോ അരി ചോദിക്കുന്നില്ല, ഒരു കമ്പ് വിറക് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റോ ചോദിക്കുന്നില്ല. കുടിക്കാനുള്ള വെള്ളം ചോദിക്കണം. അത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. മനുഷ്യരെ ഏതോട്ടെ, മനുഷ്യന്മാരല്ലേ, അവർക്ക് വെള്ളം കൊടുക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ അഖിലേഷ് എന്ന് പറഞ്ഞ പയ്യൻ പറയുമ്പോൾ വെള്ളം തുറന്നാൽ എത്തുന്നില്ല എന്ന് പറയുന്നത്. അഖിലേഷിന് ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ഈ ഞങ്ങളിപ്പോൾ ഇന്നിവിടെ കോളനി സന്ദർശിച്ചിട്ടുള്ളത് മണ്ണാർക്കാട് DSPയിലെ മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർമാരാണ്. ഞങ്ങളിതുമായി SBI ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് ഞങ്ങൾ പറയുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടാലേ കാര്യം നടക്കുള്ളൂ. എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിലും 15 ദിവസം കൂടുമ്പോൾ മാത്രമാണ് ഇവർക്ക് വെള്ളം ലഭിക്കുന്നത്. കോളനിയിലുള്ള ഒരു പഞ്ചായത്ത് കിണറിൽ നിന്നും ഒരു കുടുംബത്തിന് 1 കുടം വെള്ളം എന്ന രീതിയിലാണ് ഇപ്പോൾ എടുക്കാൻ കഴിയുന്നത്. കാഞ്ഞിരപ്പുഴ കനാലിൽ വെള്ളം ഇല്ലാത്തതാണ് പഞ്ചായത്തു കിണറിൽ വെള്ളം വറ്റാൻ കാരണമായത്. മഴക്കാലത്തും കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്ന സ്ഥിതിയാണെന്ന് നിവാസികൾ പറഞ്ഞു. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ കുടിവെള്ളമാണ് പൈപ്പിൽ വരുന്നത്. 14 ദിവസം 15 ദിവസം കൂടുമ്പോഴാണ് വെള്ളം വരിക. അത് നേരെ ചൊവ്വ വരില്ല. ഒരാഴ്ച വന്നാൽ പിറ്റത്തെ ആഴ്ച വെള്ളം എന്തായാലും വരില്ല. 15 ദിവസം 16 ദിവസം കൂടുന്നത്. അതൊരു എല്ലാ സാറുമാർക്കും ഫോൺ വിളിച്ചാൽ മാത്രമേ ഒരു രാത്രി ഒരു പകരം എപ്പോഴെങ്കിലും വരൂ. ഇതാണ് ഈ കിണർ എന്നുള്ള അവസ്ഥ. ഈ കിണറ്റിൽ നിന്ന് വേണം 1 കുടം വെള്ളം എല്ലാവർക്കും കുടിക്കാൻ എടുക്കാനുള്ള വെള്ളം. മഴക്കാലത്ത് കിണർ മലിനജലം നിറഞ്ഞ് ഉപയോഗശൂന്യമാകും എന്നും ഇവർ പറയുന്നു. കൂടാതെ കോളനിയിലെ മിക്ക വീടുകളുടെയും അവസ്ഥ ശോചനീയമാണ്. കടുത്ത വേനൽ കഴിഞ്ഞുവരുന്ന മഴക്കാലത്തെ അതിജീവിക്കാൻ പല വീടുകൾക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാട്ടി തങ്ങൾക്ക് നല്ലൊരു ജീവിതം ഒരുക്കണമേ എന്ന അപേക്ഷയാണ് ഈ കുടുംബങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത്. എൻ്റെ കുട്ടിക്ക് ഒരു ജോലിയായിട്ട് ക്ലർക്കായിട്ട് ഒരു ജോലി കിട്ടി. അതിന് വേണ്ടി ജാതി സർട്ടിഫിക്കറ്റിന് പോയി അവിടുത്തെ വില്ലേജ് ഓഫീസർ ഞങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് തന്നു. അത് നമ്മുടെ വെള്ളിനേഴി പഞ്ചായത്തിൽ കൊണ്ടുപോയപ്പോൾ ആ സർട്ടിഫിക്കറ്റും കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല. ഒരു കുടുംബത്തിനായിട്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരില്ല, അത് പറ്റില്ല എന്ന് അവർ പറഞ്ഞ് ഞങ്ങളെ വിട്ടു. ഒരാടോ മാടോ മൃഗങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് ഒരു വകുപ്പ് തരി ആന്ന് പറഞ്ഞു.
അവന്മാരൊക്കെ 5 ആൾ ചിരിക്കും അവിടെ കിടന്നിട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യട്ടെ? അകളി പോയി, ഒറ്റപ്പാലം പോയി, പാലക്കാട് പോയി, എവിടെയൊക്കെ പോയിട്ടുണ്ട് ഈ മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ാൻ ബന്ധപ്പെട്ട അധികാരികൾ സന്നദ്ധരാവണമെന്ന് സംഘാംഗങ്ങൾ ആവശ്യപ്പെട്ടു. SC മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഭാഗമായി കോളനി സന്ദർശിക്കാൻ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ വളരെ പരിതാപകരമാണ് ഈ കോളനി കാണുന്നത്. കാരണം മനുഷ്യനെ പോലും അംഗീകരിക്കാത്ത പോലെ മനുഷ്യന്മാരാണ് ഇവിടെ ജീവിക്കുന്നുള്ള ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാത്ത പോലെയാണ് കണക്കെടുക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥന് ഇതിൽ ഈ ഭാഗത്ത് വന്നിട്ടില്ല എന്നാണ് ഞങ്ങൾ കണ്ട ശേഷം പറയാൻ കാരണം. കാരണം ഒരു ജാതി ലീഗൽ സർട്ടിഫിക്കറ്റ് ഇന്ന് അത്യാവശ്യമാണ്. ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവർ. ആ ജാതി ലീഗൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എന്താണ് തടസ്സം എന്ന് ഇതുവരെയും ഈ ആളുകൾക്ക് അറിയില്ല. ഇവർ സന്മേട്ടം പറഞ്ഞ പോലെ 78 വർഷത്തിന് മുമ്പ് 78 മുമ്പ് വന്ന ആളുകളാണ്. അപ്പോൾ എന്ത് കാരണം എന്ന് ബോധിപ്പിക്കുകയാണെങ്കിൽ ആ കാരണം ഇന്നത്തെ കാലത്ത് ഒരു സർട്ടിഫിക്കറ്റ് ലൈഫ് മിഷൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ ലൈഫ് മിഷൻ മറ്റേ IAY പദ്ധതി കുറേ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുന്നതാണ്. ഇവിടെ സന്ദർശിക്കാനുണ്ടായ കാര്യം ഇവിടെ ഷൺമുഖേട്ടൻ സൂചിപ്പിച്ചു. ഈ ഒരു ജനവിഭാഗം ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ വന്നപ്പോൾ ഇവരുടെ അവസ്ഥ കണ്ടപ്പോൾ വളരെയധികം സങ്കടപ്പെട്ടു. കാരണം ഇവിടെയുള്ള 16-17 വീടുകളോളം എല്ലാം തന്നെ നിലം പൊത്താറായ നിലയിലാണുള്ളത്. ഒരു ഭവന പദ്ധതിയിലും ഇവർ ഉൾപ്പെട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ലൈഫ് ഭവന പദ്ധതി ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാർ നടക്കുന്ന PMI ഭവന പദ്ധതി ആയിക്കോട്ടെ, അങ്ങനെ ഒരു പദ്ധതിയിലും ഇവർ ഏർപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു പദ്ധതി ഉൾപ്പെട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. CCN കടമ്പഴിപ്പുറം.